നിങ്ങളെന്താ ഇങ്ങോട്ട്? ഞാൻ അങ്ങോട്ട് വരുമല്ലോ. നിർത്താൻ നിന്റെ അഭിനയം. കാശ് വാങ്ങി മുങ്ങി നടന്നാ നമ്മളെ കിട്ടില്ലെന്ന് കരുതിയാ? അയ്യോ ചേട്ടാ, ഞാൻ അങ്ങനെ ചെയ്യൂ. ഇന്നലെ വിളിച്ചപ്പോ നീ എന്താടാ പറഞ്ഞ? പുളുത്തു വന്നാ? പുളുത്താടാ, പുളുത്തി കാണിച്ചു തരാടാ. ചേട്ടാ, ഇത് ഇന്നലെ ഞാൻ കുടിച്ചിട്ട് അങ്ങനെ പറ്റിപ്പോയി, അറിയാണ്ട് പറ്റിപ്പോയതാ, ക്ഷമിക്കണം. അയ്യോ നായന്റെ മോനെ, നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാ എന്നെ ഈ വഴിക്ക് വരുത്തരുതെന്ന്, അല്ലേടാ? ചേട്ടാ, എനിക്ക് ഒരാഴ്ചത്തെ സമയം കൊടുത്താ, ഒരാഴ്ച പ്ലീസ്. ഇനി നീ കാശ് തരണ്ടടാ. ഞാൻ പറയണേക്ക്, ഞാൻ തരാന്ന് പറഞ്ഞില്ലേ? നിന്റെ ഭർത്താവേ, ഞാൻ തരാന്ന് പറഞ്ഞില്ലേ? ഈ പൊന്നു മോൻ എന്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ മേടിച്ച് തിരിച്ചടക്കാൻ ഞാൻ കുറെ അവധി കൊടുത്തതാ. 5 പൈസ പോലും തിരിച്ചു തന്നിട്ട് പിടക്കലടി. കയ്യെടുക്കടാ, കയ്യെടുക്കടാ ചെറ്റ്. എന്താ പ്രശ്നം? കാശ് കൊടുക്കണ്ടവർക്ക് ബ്ലേഡുകാരാ, റൊട്ടേഷനാ. അപ്പോ അവരെന്നും വരില്ലേ? വരും, പൂർവാധികം ശക്തിയോടെ വരും. എന്താ പറ്റി എൻ്റെ അളിയന്? അളിയൻ മൊത്തം കടത്തിലാണെന്ന് തോന്നൂടാ. എൻ്റെ അളിയൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ആശ്വാസം, ആ മനുവിൻ്റെ ശല്യം ഉണ്ടാവില്ലല്ലോ. ഓൻ്റെ കാര്യത്തിൽ ഇത്രയും പെട്ടെന്നൊരു തീരുമാനമാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അല്ലേലും മനു എനിക്കൊരു ശല്യമൊന്നും ആയിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഓൻ എനിക്കൊരു തമാശ മാത്രമായിരുന്നു. പിന്നെ ഗിരി സുജിത്തിലാൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഉറപ്പിച്ചതാ ഓൻ പേടുന്നു. എന്നാലും ഓളെന്താണ് എന്നെ ഇഷ്ടപ്പെടാതെ? അതിൽ മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ. ചിലർക്ക് ഒരിക്കലും ഇഷ്ടാവില്ലല്ലേ? എന്നാലും നമ്മുടെ ഷാജാൻ്റെ ഒരു വിവരമില്ലല്ലോ. ആരോട്? അളിയൻ പാവാടാ. എടീ, എനിക്ക് സൗകര്യമുള്ള പോലെ ജീവിക്കൂടി. നിനക്ക് ഇതൊക്കെ കണ്ടും കേട്ടും നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി, ഇല്ലെങ്കിൽ ഇറക്കി പോടി. ഓ പിന്നെ 100 പവന്റെ പൊന്നല്ലേ നിന്റെ അച്ഛൻ എനിക്ക് കൊണ്ടുവന്ന് തന്ന്. എടി 3 പോലത്തെ മാലല്ലേ നീ കൊണ്ടുവന്ന്. ആ പൈസക്ക് എന്റെ ക്യാമറയുടെ ലെൻസ് പോലും മേടിക്കാൻ പറ്റൂല. അത് ഞാനങ്ങ് വിറ്റു കേട്ടാ. നിന്റെ ചൊറിഞ്ഞ വർത്താനം കാരണം ക്യാമറ പോലെ ഞാൻ തല്ലിപ്പൊട്ടിച്ചു. തോട്ടങ്ങി മോങ്ങാൻ. എടി, നിന്റെ അടുത്ത് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞില്ലടി കാത്തിരിക്കാൻ. എന്റെ ജീവിതം നശിപ്പിച്ച് കിടന്ന് മോങ്ങുന്നോടി. അച്ഛനും അമ്മനെ വേറൊരാൾക്ക് കെട്ടിച്ചെടുക്കുന്നു പറഞ്ഞോണ്ടല്ലേ എനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ടല്ലേ. ഓ ഇഷ്ടത്ര. നീ ഒരു ദിവസമെങ്കിലും എനിക്ക് മനസ്സമാൻ തന്നിട്ടുണ്ടേ. ഈ ലോകത്തിന് ഏറ്റവും കൂടുതൽ ഞാൻ വെറുക്കുന്നു തന്നെയാ. എനിക്ക് സഹിക്കൂല. പ്ലീസ്. എന്താട്ടാ പ്രശ്നം? ഞങ്ങളൊന്നും ഇങ്ങനെയാ, നല്ല പൊരിഞ്ഞടിയാ. അല്ല, നിങ്ങൾ പ്രേമിച്ചതിലാണ് ചോദിച്ചല്ലേ? അതൊക്കെ അതെ. അന്ന് മുതലാ ഞാൻ നശിച്ചു തുടങ്ങിയത്. എൻ്റെ ജീവിതത്തിൽ പറ്റിയിട്ടുള്ള ഒരേ ഒരു അബദ്ധം ഇവളായിട്ടുള്ള ഒളിച്ചോട്ടം.
എന്നൊക്കെ കുറെ കടമുണ്ടോ. ഇവിടെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ കുറെ കാശും കടം മേടിച്ച് വലിയ കടക്കാരനായി. അന്ന് മലബാർ കോളേജിൽ പഠിക്കുമ്പോഴാണ് ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നത്. ആദ്യം ഞാൻ അവളുടെ പുറകെ നടക്കുമ്പോൾ എന്ത് ജാടയായിരുന്നു അറിയാമോ. ഞാൻ വിചാരിച്ച് ഈ ജന്മം അവളെന്നെ ഇഷ്ടപ്പെടില്ല എന്ന്. ഒറ്റ ദിവസം കൊണ്ട് എല്ലാം അങ്ങ് മാറി. ഓക്കെന്നോട് ഭയങ്കര പ്രേമം. ഇത് എൻ്റെ മാത്രം അനുഭവമായിരിക്കില്ല. മിക്കവാറും പ്രേമിച്ച് കല്യാണം കഴിച്ച എല്ലാവരും അവസ്ഥ ഇത് തന്നെയായിരിക്കും. ഏത് നിമിഷം ഇടുന്ന് ഇറങ്ങേണ്ടി വരുള്ളൂ. 5-8 മാസമായി വാടക കൊടുത്തിട്ട്. ഇങ്ങനെ പോയാൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ഇനി മുന്നോട്ട് പോകാൻ വയ്യടൂ. ചേട്ടാ അങ്ങനെയും ചിന്തിക്കല്ലേ. അമ്മയ്ക്കാരും വേണ്ടി വരില്ല. എന്നെ ആരെങ്കിലും തല്ലി കൊല്ലും. കോളേജിൽ പഠിക്കുമ്പോൾ പ്രേമമൊക്കെ ഉണ്ടെങ്കിലേ അത് അവിടെ തീർത്തേക്കണം. പുറത്തേക്ക് കൊണ്ടുവരാൻ നിന്ന എൻ്റെ ജീവിതം പോലെ കട്ട പോകുകയാവും. മനസ്സിലായ? പ്രേമം മണ്ണാൻ കേട്ട. നീയല്ലേ പറഞ്ഞ നിന്റെ അളിയനും പെങ്ങളോട് അടിച്ചു പൊളിക്കാന്ന്. നീ എന്താ ഇങ്ങനെ ചിരിക്കുന്ന? ഏതായാലും ഞാനിവിടെ വന്നത് നന്നായി. തിരിഞ്ഞിട്ട് എടി ഹൃദയം അങ്ങനെയല്ല, ഇങ്ങനെ കൈവയ്ക്ക്. സ്വപ്ന, സ്വപ്ന ഒന്ന് നിക്ക്. സ്വപ്ന ഒന്ന് നിക്കടോ. താ പേടിക്കണ്ടടോ, എനിക്കിപ്പം നിന്നെ ഇഷ്ടല്ല. സംശയിക്കണ്ട, ഞാൻ തന്നെയാ. നല്ല ഇഷ്ടത്തോടെ പറയാ, എനിക്കിപ്പോ തന്നെ ഇഷ്ടല്ല. താനൊന്ന് മിണ്ടോ, ഒന്ന് ചിരിക്കോ. നാളെ കൂടിയല്ലേ ക്ലാസ് ഉള്ളൂ. നമ്മൾ തമ്മിലിങ്ങനെ വെറുത്ത് പിരിയണ്ടല്ലോ. എടോ തന്നെ എനിക്കിപ്പോ ഇഷ്ടല്ല. സന്തോഷമല്ലോ. ഇഷ്ടല്ലെന്ന് കരുതി എനിക്ക് തന്നോട് വെറുപ്പൊന്നുമില്ല കേട്ടോ. തനിക്കും എന്നോട് വെറുപ്പൊന്നുമില്ലല്ലോ. എന്നാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. തനിക്ക് എന്താ എന്നെ ഇഷ്ടമാതിരുന്നേ? താൻ പ്രണയത്തെ എന്തെങ്ങനെ വെറുക്കുന്നേ? ഏയ് ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. ജയിപ്പിക്കാനെ പറ്റി എന്തറിയാൻ? ഒരു പ്രണയം കാരണം എല്ലാം നഷ്ടമായി പോയോളാ ഞാൻ. അനാഥയായി പോയോളാ ഞാൻ. സ്വപ്നാരെ പ്രണയിച്ച്